വീട് വെച്ചിട്ട് അധിക കാലമായിട്ടില്ല, ഇപ്പോൾ തന്നെ ലീക്ക് വന്നിരിക്കുന്നു. ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആയില്ല, ഇപ്പോൾ തന്നെ പെയിന്റും പുട്ടിയുമെല്ലാം അടർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. ബാത്റൂം ലീക്കായിട്ട് ചുമരുകൾ ആകെ കിനിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഒരു വീട് വെക്കുന്ന സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണിക്കാരുടെ കുറ്റമാണോ, മെറ്റീരിയലുകളുടെ പോരായ്മയാണോ, ഇനി നമ്മുടെ കഷ്ടകാലമാണോ, എന്താണ് യഥാർത്ഥ വില്ലൻ എന്ന് തിരിച്ചറിയാനാവാത്തൊരു അവസ്ഥ. ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ടെറസിൽ വരുന്ന ലീക്ക് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് നമുക്ക് ഭിത്തിയിൽ വരുന്ന ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുടെ പരിഹാരങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മൈ ബെറ്റർ ഹോമിൻ്റെ ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെടുന്ന ഉപകാരപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ഈ ചാനലിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്പർ 1, ഭിത്തിയിൽ വരുന്ന ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും? പ്രധാനമായിട്ടും 2 കാരണങ്ങൾ കൊണ്ടാണ് ഭിത്തിയിൽ ഈർപ്പത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. ഈ 2 കാര്യങ്ങളും നമ്മൾ വീട് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ക്ലിയർ ചെയ്തു പോയാൽ മാത്രമേ പൂർണ്ണമായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വിഷയമാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഒന്നാമത്തെ വിഷയം DPC അഥവാ ഡാം പ്രൂഫ് കോഴ്സാണ്. അത് നമ്മുടെ വീടിൻ്റെ തറ നിർമ്മാണ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്കൊരു സൈറ്റിൽ ചെന്ന് തന്നെ നിങ്ങളെ നേരിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ തറയിൽ നിറയ്ക്കുന്ന മണ്ണിനകത്ത് എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് മഴക്കാലത്ത് കൂടുതലായിരിക്കും എന്നുള്ള കാര്യവും നമുക്കറിയാം. നമ്മൾ തറ ഫില്ല് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ PCC ഉപയോഗിച്ച് ഫ്ലോറിങ് ചെയ്യുന്നു. അതിന് മുകളിൽ നമ്മൾ ബെൽറ്റ് നൽകിയിട്ട് ഇവിടെ നമ്മൾ പടവുകൾ ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ മോയ്സ്ചർ നമ്മുടെ PCC ലെയറിനിടയിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ ക്യാപ്പിലറി റൈസ് വഴി ഉയർന്നു വന്ന് നമ്മുടെ പ്ലാസ്റ്ററിങ്ങിനിടയിലൂടെ കയറി വന്നിട്ട് നമ്മുടെ ഭിത്തിയെയും നമ്മുടെ പെയിന്റിനെയും നമ്മുടെ പുട്ടിയെയും എല്ലാം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട പ്രതിവിധി എന്താന്ന് വെച്ചാൽ ഈ ക്യാപ്പിലറി റൈസ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ബിറ്റുമിനസ് കോട്ടിങ് നൽകുക എന്നുള്ളതാണ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡാംഷൂറിൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റാണ് ബ്രേസ് ഗാർഡ് എന്ന് പറയുന്നത്. ഇവരുടെ ബിറ്റുമിനസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ബേസ് ഗാർഡ്. ഇത് 3 കോട്ടായിട്ടാണ് തറയിൽ അടിക്കാറുള്ളത്. ആദ്യം ഒരു പ്രൈം കോട്ട് അടിക്കും. പ്രൈം കോട്ട് എന്ന് പറയുമ്പോൾ ഈ ബിറ്റുമിനസ് കോട്ടിങ്ങും അതേപോലെ ഡീസലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം അടിക്കുന്നത്. അതിന് മുകളിൽ ഒരു ടോപ്പ് കോട്ട് വരും. അത് ഉണങ്ങിയതിന് ശേഷം ഒരു സെക്കൻഡ് കോട്ട് വരും. ഇങ്ങനെയാണ് വരിക. ആദ്യത്തെ പ്രൈം കോട്ടിൽ മാത്രം ഡീസലുമായിട്ട് മിക്സ് ചെയ്യും. മറ്റ് 2 കോട്ടിങ്ങും യാതൊരു തരത്തിലുള്ള മിക്സിങ്ങും ഇല്ലാതെ കറക്റ്റ് നമ്മുടെ ടിന്നിലുള്ള ഡെൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ബെൽറ്റ് ക്ലീൻ ആയിരിക്കുക. ഇതിനകത്തുള്ള പൊടികളോ മണ്ണോ തരികളോ എല്ലാം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ 3 ഭാഗങ്ങളും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ബാത്റൂം വാട്ടർ പ്രൂഫിങ്. പല വീടുകളിലും ഈ ചുമരുകളിൽ നനവുണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബാത്റൂമിൽ നിന്ന് ലീക്ക് ആവുന്നതാണ്. നമ്മൾ ഒരു ബാത്റൂം നിർമ്മിക്കുന്ന സമയത്ത് പ്രൊഫഷണലി വാട്ടർ പ്രൂഫ് ചെയ്യുന്ന ടീമിനെ കൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ സ്വയം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് എഫക്റ്റീവ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ടൈലുകളെല്ലാം റിമൂവ് ചെയ്ത് രണ്ടാമതും വാട്ടർ പ്രൂഫ് ചെയ്ത് ടൈൽ റീവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതേസമയം നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നമ്മുടെ ബാത്റൂമിനകത്ത് വരുന്ന ഡസ്റ്റുകൾ, പൊടികൾ, ടൈലിടുന്ന സമയത്ത് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് റിമൂവ് ചെയ്ത് പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് പൊടികളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വാട്ടർ പ്രൂഫിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തത് വാട്ടർ പ്രൂഫ് അടിക്കുന്ന ഭാഗം, അതായത് നമ്മുടെ ഫ്ലോർ ഏരിയ കംപ്ലീറ്റ് ആയിട്ട്, മാത്രമല്ല നമ്മുടെ ഭിത്തിയിൽ മിനിമം ഫ്ലോറിൽ നിന്നും 4 അടിയെങ്കിലും ഉയരത്തിൽ വരെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കണം. ഈ ഒരു സൈറ്റിൽ ഡാംഷൂറിൻ്റെ വാട്ടർ പ്രൂഫാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവർ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ആദ്യം നന്നായിട്ട് ഭിത്തിയെല്ലാം ഒന്ന് നനച്ചു കൊടുക്കും.
അതിനുശേഷം പ്രൈമർ കോട്ട് അടിക്കേണ്ടതുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലോർ മുഴുവനായിട്ട് അടിക്കും. വാളിൽ 4 അടി ഹൈറ്റ് വരെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതടിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് അതൊന്ന് ഉണങ്ങിക്കിട്ടാനുള്ള ക്യൂറിംഗ് പീരീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റെക്രോൺ മാറ്റ് എന്ന് പറയുന്ന ഒരു മാറ്റ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു മാറ്റ് മാഗ്നോഫിക്സിൽ നന്നായി മുക്കിയെടുത്തതിന് ശേഷം ഭിത്തിയിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഘട്ടം. എയർ ബബിൾസ് ഒന്നും ഇതിനിടയിൽ വരാത്ത രീതിയിൽ റെക്രോൺ മാറ്റ് ഉറപ്പിച്ചതിന് ശേഷം അതിന് മുകളിൽ ഫ്ലെക്സ് കോട്ട് 2K എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. 24 മണിക്കൂറാണ് ഫ്ലെക്സ് കോട്ട് 2K എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് ക്യൂറിംഗ് ടൈം ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ ബാത്റൂമിന് ശരിക്കുള്ള വാട്ടർ പ്രൂഫിംഗ് ആക്ഷൻ നൽകുന്നത്. അത് തന്നെ ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഫ്ലോറും വാളും തമ്മിലുള്ള ജോയിന്റ് വരുന്ന ഭാഗങ്ങളായാലും പ്ലംബിങ്ങിൻ്റെ ഐറ്റംസ് കടന്നു പോകുന്ന ഭാഗങ്ങളായാലും എല്ലാം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ടെറസും സൺഷെയ്ഡും വാളും തമ്മിൽ വരുന്ന ജോയിന്റ്, സൺഷെയ്ഡിൽ നമ്മൾ നൽകുന്ന റെഡ്യൂസറുകൾ, ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഏരിയാസാണ്. പ്രധാനമായിട്ടും 2 കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ടെറസ് വാട്ടർ പ്രൂഫ് ചെയ്യാറുള്ളത്. ഒന്ന്, ലീക്ക് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. 2, നമ്മുടെ വീടിനകത്ത് ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ ഞാനൊരു സൈറ്റിൽ വെച്ചിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ആദ്യം നമ്മൾ നോക്കുന്നത് പുതിയ വീടുകളിൽ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിൻ്റെ ശരിയായ രീതി എങ്ങനെയാണ് എന്നുള്ളതാണ്. പുതിയ വീടുകൾക്ക് 2 കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാറുള്ളത്. ഒന്ന്, ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചോർച്ചയെ നേരത്തെ നമ്മൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വീടിനകത്തെ ചൂട് ഗണ്യമായിട്ട് കുറയ്ക്കണം എന്നുള്ളത് കൂടെയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് കിട്ടണം. അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന കാലാവസ്ഥയെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ ടെറസുകളിൽ, പുതിയ വീടുകളുടെയൊക്കെ ടെറസുകളിൽ ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോൾ പഴയ വീടുകളിൽ ചോർച്ചയുടെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതെങ്കിൽ ഇതേ സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ കാലാവസ്ഥയെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അത് UV റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിന് കൊണ്ട് മാത്രമേ നമുക്ക് ടെറസിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. UV റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത് PU പെയിൻറ്റിംഗ് ആണ്. PU ബേസ്ഡ് ആയിട്ടുള്ള, പോളിയുറീത്തീൻ ബേസ്ഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ സ്ലാബും ഇത് നമ്മുടെ പാരപ്പറ്റ് വാളുമാണ്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ച് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, പാരപ്പറ്റിൻ്റെ വാളും സ്ലാബും കൂടെ വരുന്ന ഈ ഒരു ജോയിൻറ്റിനകത്ത് ചെറിയ ചെറിയ ഹോൾസുകൾ അവിടെ ഉണ്ടാവും. ഈ ഒരു ഹോൾസിനകത്തൂടെ വെള്ളം സീപ്പേജ് ആയിട്ട്, വെള്ളം ഇതിലേക്കൂടെ അരിച്ചിറങ്ങിയിട്ട് നമ്മുടെ ഭിത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് നമ്മൾ പരിഹരിക്കാതെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% നമുക്കൊരിക്കലും സക്സസ് ആക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് ഈ കോർണറുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പഴയ വീടുകളൊക്കെ ആവുമ്പോൾ നമ്മുടെ ടെറസിൽ ഒത്തിരി പായൽ, പൂപ്പൽ, പൊടി, എംസാൻഡിൻ്റെ തരികൾ, അങ്ങനെയുള്ള ഒരുപാട് വസ്തുക്കൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡാംഷുവറിൻ്റെ പ്രൊഡക്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് കസ്റ്റമർ തന്നെ ചൂസ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് നമ്മളൊരു PU കോട്ടിങ് ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ എന്താണ് ഈ PU പ്രൊഡക്റ്റ് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഡാംഷുവറിൻ്റെ കയ്യിൽ 3 തരത്തിലുള്ള PU പ്രൊഡക്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, എക്സ്ട്രാ ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, അത് അവരുടെ മോഡിഫൈഡ് PU പ്രൊഡക്റ്റാണ്. അത് ഇലാസ്റ്റോമറിക് പ്രൊഡക്റ്റായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. മറ്റൊന്ന് പോളിഫ്ലെക്സ് HD എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. മറ്റൊന്ന് പോളിഫ്ലെക്സ് MD എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. 3ഉം റേറ്റ് തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നൽകുന്നത് ഇവരുടെ ഒരു ജർമ്മൻ എക്സ്ട്രാ ഷീൽഡ് എന്ന് പറയുന്ന 1 ലിറ്റർ, 5 ലിറ്റർ, 10 ലിറ്റർ, 20 ലിറ്റർ ഇങ്ങനെയാണ് അവൈലബിൾ ആവുന്നത്. ഇവരുടെ തന്നെ ഔട്ട്ലെറ്റുകളുണ്ട്, അവിടെ നമുക്ക് റീറ്റെയിലായിട്ടും കിട്ടും. അതല്ല സർവീസ് അടക്കമാണ് നമുക്ക് വേണ്ടതെങ്കിൽ അങ്ങനെയും നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഭിക്കും. നമ്മൾ PU പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് UV റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. മാത്രമല്ല ഇത് വൈറ്റ് കളറിലുമാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് വീടിനകത്തുള്ള ടെമ്പറേച്ചർ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ ഈ പറഞ്ഞ PU കോട്ടിങ് ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. 20 ഡിഗ്രി വരെ ടെമ്പറേച്ചർ റിഡക്ഷൻ ഉണ്ട് എന്നൊക്കെയാണ് ഇവരുടെ ടിന്നിന് മുകളിൽ കാണുന്നത്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ടെറസ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ പോളിബോണ്ട് എന്ന് പറയുന്ന ഫസ്റ്റ് പ്രൈമർ കോട്ടാണ് അടിക്കേണ്ടത്. പോളിബോണ്ട് കുറേ കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ മാഗ്നോഫിക്സ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ പോളിബോണ്ട് എന്ന് പറയുന്നത് ഒരു തരം ഗമ്മാണ്. SBR ലാറ്റക്സ് എന്ന് പറയുന്ന ഗമ്മാണ്. ഈ ഗമ്മ് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത് വരാൻ പോകുന്നത് 45 GS വരുന്ന ഫൈബർ മെഷാണ്. ഈ ഫൈബർ മെഷ് കറക്റ്റായിട്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗന്ന് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. മാത്രമല്ല രണ്ടാമത് നമ്മൾ PU കോട്ടിങ് ചെയ്യുന്ന സമയത്ത് അത് കവറേജ് കൂടുതൽ ലഭിക്കാനും ഈ ഒരു പ്രൈമർ കോട്ട് നമ്മളെ സഹായിക്കും. അധികം ആളുകളും ശ്രദ്ധിക്കാതെ വരുന്ന മറ്റൊരു വിഷയമാണ് നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന PVC പൈപ്പുകൾ കൊടുക്കുന്ന ഭാഗം. ഈ പൈപ്പിൻ്റെ ഇടയിലുള്ള ഭാഗം, അതായത് പൈപ്പിനും സ്ലാബിനും ഇടയിൽ വരുന്ന ആ നാരോ പാത്തിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ഭിത്തിയിലേക്ക് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഷോവാൾ ഇതിന് താഴെ കൊടുത്തിട്ട് ആ ഷോവാളിൻ്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ കാർ പോർച്ചിൻ്റെ പില്ലറിനുള്ളിലൂടെയൊക്കെ നമ്മൾ ഇതേപോലെയുള്ള വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള പൈപ്പുകൾ കൊടുക്കാറുണ്ട്. അതിൽ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ പില്ലറിൽ വരുന്നൊരു പ്രശ്നം ഗുരുതരമായിട്ട് എല്ലാ സൈറ്റിലും കാണാറുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സൺഷെയ്ഡിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ രീതിയിൽ സ്ലാബും പാരപ്പറ്റും അല്ലെങ്കിൽ സ്ലാബും വാളും വരുന്ന ജോയിൻസുകളിലെല്ലാം കൃത്യമായിട്ട് റെക്രോൺ മാറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രൂഫിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രൈമിങ് കോട്ട് അടിക്കുക. അതിൻ്റെ മുകളിലേക്ക് മെഷുകൾ വരും. അതിൻ്റെ മുകളിലേക്ക് ഈ പറഞ്ഞതുപോലെ 3 ലെയർ PU കോട്ട്. ഡാംഷുറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എക്സ്ട്രാ ഷീൽഡ് കൊടുക്കാം, അല്ലെങ്കിൽ പോളിഫ്ലെക്സ് XT കൊടുക്കാം, പോളിഫ്ലെക്സ് MD കൊടുക്കാം. ഇങ്ങനെ 3 പ്രൊഡക്റ്റുകളാണ് PUവിൽ അവർക്ക് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അവരുടെ ജർമ്മൻ എക്സ്ട്രാ ഷീൽഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ജനറൽ ആയിട്ടുള്ള ചില വാട്ടർ പ്രൂഫിംഗ് പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളുമാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ശരിക്കും വാട്ടർ പ്രൂഫിൻ്റെ പ്രശ്നങ്ങൾ ഒരു വീഡിയോ കൂടെ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട്. നമ്മളൊരു വീട് റെനോവേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്ലാബിലേക്ക് എങ്ങനെയാണ് നമ്മുടെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന സ്ലാബ് ജോയിൻ ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു വീഡിയോയിലേക്ക് തന്നെ നമുക്ക് സംസാരിക്കാനുണ്ട്. അത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഡാംഷുർ വാട്ടർ പ്രൂഫിംഗ് കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ നൽകുന്നതായിരിക്കും. ഏതായാലും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റേറ്റ്സ് ആയിരിക്കും ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ടാവുക. ഇതേപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ